റാം നാരായൺ റാമിന്റെ ശബ്ദം മരങ്ങളും ചെടികളും ജീവികളും മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളിലും സിദ്ധമുണ്ട്. റാം നാരായൺ റാമിന്റെ ശബ്ദം നമ്മുടെ ഉള്ളിലെ വിവേകം ചൈതന്യവുമാകുന്നു. റാം നാരായൺ റാമിന്റെ ശബ്ദം എല്ലാവർക്കുമുണ്ട്, എല്ലാവരോടുമുണ്ട്, എല്ലാ ശക്തികൾക്കുമുണ്ട്. റാം നാരായൺ റാമിന്റെ ശബ്ദം സംസാരിക്കുന്നു. ഈ ശബ്ദം ഞങ്ങളെ വിളിച്ചാൽ താൻ സംസാരിക്കും. റാം നാരായൺ റാം ഒരു അത്രയേറെ ശബ്ദമാണ്. അത് നമ്മുടെ വിളി കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, നമുക്ക് എത്തുന്നു. ഇത് നമ്മുടെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കുന്നു. നമ്മൾ മനുഷ്യരായ ബീയിങ്സ് ആകുന്നു, ആലോചനകൾ ചെയ്യുന്നു, പ്രതിജ്ഞകൾ എടുക്കുന്നു, സിദ്ധാന്തങ്ങൾ എടുക്കുന്നു. എന്നാൽ പ്രവൃത്തി റാം നാരായൺ റാം മാത്രമാണ് നമ്മളിൽ നിന്ന് നടത്തിപ്പിക്കുക. റാം നാരായൺ റാം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, ഹൃദയത്തിൽ തിങ്കൾ വച്ചു വിശ്വാസം കൊണ്ട് മുന്നോട്ടു പോവേണ്ടതാണ്. നാം ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ അല്ലെങ്കിൽ ആലോചനകൾ, അവയുടെ അടിസ്ഥാനത്തിൽ റാം നാരായൺ റാം തന്നെയുണ്ട്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഓരോ കണത്തിലും ഉണ്ടാകുന്നു. ഈ റാം ഒഴികെ ലോകത്ത് ഒന്നുമില്ല. ഇവിടെ വെറും ഒരു മതം, ജീവമതം മാത്രം കാണപ്പെടണം. ഭൂമിയിൽ കാണപ്പെടുന്ന മതങ്ങൾ എല്ലാം മനുഷ്യരുടെയൊരു കൃതിയാണ്. അത് സത്യമായില്ല. പ്രകൃതിയുടെ നിയമം മാത്രമേ നമുക്ക് സ്വീകരിക്കേണ്ടതുള്ളൂ. നമ്മൾ എല്ലാവരും മതം കൊണ്ടു തന്നെ ജനിച്ചിരിക്കുന്നു. നമ്മൾ മതം കൊണ്ട് ജനിച്ചുവെങ്കിൽ നാം എന്തുകൊണ്ട് ഭൂമിയിലെ മതത്തിനു പിന്നാലെ പോകുകയാണ്? എന്തുകൊണ്ട് നമ്മളുടെ സമയം മനുഷ്യനിർമ്മിതമായ മതം പിന്നിൽ ചലച്ചെടുക്കുന്നു? ഇത് തെറ്റ് അല്ലെന്ന് പറയാം. ഇന്നും ചില വർഗങ്ങൾ എങ്ങനെയും ഡിവൈഡ് ആൻഡ് റൂൾ രാഷ്ട്രീയങ്ങൾ കളിച്ചുകൊണ്ട് നമ്മളെ ഭരണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഞങ്ങൾ നമ്മൾ തന്നെ ഭരണത്തിൽ നിന്നും വിട്ടുകൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആകൃതിയിൽ നിന്ന് വളരെ ബലഹീനരായിരിക്കുന്നു. ഇന്ന് കാലത്ത് മതത്തിന്റെ പേരിൽ ആളുകളെ പിഴവിൽ നൽകുന്നു. ഇത് സമുദായത്തിന്റെ വിഡംബനയായി പറയാം. ഒരു ഭാഗത്ത് എത്രയോ കുട്ടികൾ ദരിദ്രരായും വളരുന്നു. ഇവർക്ക് ഒരു സമ്പൂർണ്ണ ഭക്ഷണം പോലും കിട്ടാത്തവരാണ്. മറ്റേ ഭാഗത്ത് ക്ഷേത്രങ്ങളിൽ എത്ര തടി പാൽ, മഞ്ഞൾ, നെയ്യ്, പഞ്ചാമൃതം കൊണ്ട് പ്രതിമകളെ സ്നാനം ചെയ്യുന്നു. ഇതേ മതത്തിന്റെ വിശദീകരണമായിരിക്കുമോ? ഇത് ഏതൊരു രീതിയിലും മതമാകുന്നില്ല. ദൈവം ഈ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് സന്തോഷപ്പെടുകയാണോ? ഇവരെക്കുറിച്ച് അവൾ നമുക്ക് അനുഗ്രഹം നൽകുന്നുവോ? ഒരു ഭാഗത്ത് ദൈവം ഈ കാര്യങ്ങൾ കാണിച്ച് അത്ഭുതപ്പെടുകയാണ്. ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ ഇന്ന് എവിടെ പോവുകയാണ്? നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാടും സമത്വമില്ല. ഡിവൈഡ് ആൻഡ് റൂൾ എന്നതിന് തൊട്ട് ഇക്കാലത്ത് ജാതി പേരിൽ ആളുകളെ വിഭജിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ നാം എല്ലാവരും ഒരേ രീതിയിൽ പിറക്കുന്നു, ഒരേ പ്രക്രിയയിൽ ജനിക്കുന്നു. ഒരേ നിറത്തിലുള്ള രക്തം നമുക്കുള്ളിലാണ്. എന്നാൽ എങ്ങനെ നാം വേറിട്ടുപോയി? ആരാണ് നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്? ഇന്ന് നാം ഇവിടെ ഇരുന്നാൽ മറ്റൊരാൾ നമ്മേക്കാൾ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നു, മറ്റൊരാൾ നമ്മേക്കാൾ താഴെയുള്ള സ്ഥലത്ത് ഇരിക്കുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യം നമ്മുടെ ചിന്തയിൽ മാറ്റം വരുത്തുക. സമൂഹത്തിൽ പടർന്നുവരുന്ന ജാതിവാദം ഉറച്ചമായി നശിപ്പിക്കുക. മനുഷ്യൻ സൃഷ്ടിച്ച ഭരണഘടനയും മതവും ശാസ്ത്രപരമായി നിലനിൽക്കുന്നില്ല. ഇത് ചിലർ സ്വന്തം ഗുണഭാഗത്തിനായി സൃഷ്ടിച്ചു. ഇത് മനുഷ്യനെ മുഴുവനായി വഞ്ചിക്കുന്നത് തന്നെയാണ്. ഭൂമിയിൽ ഏകദേശം 400 മതങ്ങളുണ്ട്. ഈ മതങ്ങളെക്കുറിച്ചുള്ള ദൈവിക അധികാരികൾ അവയുടെ മറവിയിൽ ആളുകളെ ഭ്രാന്തന്മാരാക്കുന്നു. ആദ്യം മനുഷ്യന് മനസ്സിലാക്കേണ്ടതാണ്, നാം ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ ജീവചരിത്രം എത്ര കാലമായാലും അത് അനിവാര്യമായും മരണം വരുത്തും. കാരണം മരണം ഒരു ശാശ്വത സത്യമാണ്. അതിനാൽ ഈ ചെറിയ ജീവിതത്തിൽ എന്തുകൊണ്ട് മറ്റുള്ളവരെ ഈർഷ്യ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ വെറുപ്പിക്കണം? എല്ലാവർക്കും ആവശ്യം, എല്ലാ ആളുകളിലും സ്നേഹം നിലനിർത്തിയിരിക്കണം, ഒരുമിച്ചിരിക്കണം. ഇതിന് ആവശ്യമാണ് നിങ്ങളുടെ മനസ്സിന്റെ വിവേകം കേൾക്കുക. കൂടാതെ റാം നാരായൺ റാം ജപം തുടർച്ചയായി നടത്തുക. ഈ ജമന്ത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് സഹായിക്കും.